അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3 ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഫർളായ ഹജ്ജും ഉംറയും സൗകര്യപ്പെട്ടതിന് ശേഷം നിർവഹിക്കാതെ മരണപ്പെട്ടു പോയാൽ എന്തു ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഇതാണ്: അദ്ദേഹം അനന്തര സ്വത്ത്, തരിക്കത്ത് മുതൽ അനന്തര സ്വത്ത് ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ അനന്തര സ്വത്തിൽ നിന്ന് വസിയ്യത്ത് ചെയ്ത ആളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാരിസ്യങ്ങളോ അദ്ദേഹത്തിനെ തൊട്ട് ഹജ്ജും ഉംറയും നിർവഹിക്കൽ നിർബന്ധമാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: അദ്ദേഹം മരിക്കുമ്പോൾ സമ്പത്ത് ഇല്ല എങ്കിൽ അദ്ദേഹത്തിനെ തൊട്ട് ഹജ്ജും ഉംറയും നിർവഹിക്കൽ നിർബന്ധമുണ്ടോ? അതിൻ്റെ ഉത്തരം: അദ്ദേഹത്തിനെ തൊട്ട് ഹജ്ജും ഉംറയും നിർവഹിക്കൽ അല്ലെങ്കിൽ ചെയ്യിപ്പിക്കൽ നിർബന്ധമില്ല, എന്നാൽ സുന്നത്താണ്. വാരിസ്യങ്ങൾക്കോ അന്യ ആളുകൾക്കോ വാരിസ്യങ്ങളുടെ സമ്മതമില്ലെങ്കിലും ഹജ്ജും ഉംറയും നിർവഹിക്കൽ സുന്നത്താണ്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: മരിച്ച മയ്യത്തിനെ തൊട്ട് സുന്നത്തായ ഹജ്ജോ അല്ലെങ്കിൽ സുന്നത്തായ ഉംറയോ നിർവഹിക്കാമോ എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ മറുപടി ഇതാണ്: മരിച്ച ആളുകളുടെ തൊട്ട് ഹജ്ജും ഉംറയും സുന്നത്തായ ഹജ്ജും ഉംറയും നിർവഹിക്കാം, പക്ഷേ വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ. വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് ഇല്ല എങ്കിൽ നിർവഹിക്കൽ പാടുള്ളതല്ല. പക്ഷേ അവിടെ വേറെ ഒരു കാര്യമുണ്ട്. ഏതാണ്? ഹജ്ജും ഉംറയും അല്ലെങ്കിൽ ഉംറ, ഹജ്ജാകട്ടെ ഉംറയാകട്ടെ, അത് നിർവഹിച്ച് അതിൻ്റെ കൂലിനെ മരിച്ചവരുടെ പേരിൽ ഹദിയ ചെയ്യുന്നതിന് എനിക്ക് വിരോധമില്ല. ഈ ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കണം. ഉംറൻ്റെ കാര്യം പ്രത്യേകിച്ചിട്ടും മനസ്സിലാക്കണം. കാരണം അധിക ആളുകളും ഉംറക്ക് പോകാറുണ്ട്. ഒരു ദിവസത്തിൽ തന്നെ 4-5 ഉംറ അല്ലെങ്കിൽ 2-3 ഉംറ ചുരുങ്ങിയത് നിർവഹിക്കാറുണ്ട്. അപ്പം നിർവഹിക്കുമ്പോൾ മരിച്ച ഉപ്പാപ്പാൻ്റെ പേരിലോ ഉമ്മാമാൻ്റെ പേരിലോ മരിച്ച ബാപ്പാൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ പേരിലോ ഹജ്ജ് നിർവഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് അധികവും. അവിടെ ശരിക്കും മനസ്സിലാക്കണം, സുന്നത്തായ ഹജ്ജാണെങ്കിൽ അല്ലെങ്കിൽ സുന്നത്തായ ഉംറയാണെങ്കിൽ വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർവഹിക്കാം, ഇല്ല എങ്കിൽ നിർവഹിക്കാൻ പാടുള്ളതല്ല. പക്ഷേ അവിടെ ഉംറ ചെയ്ത് ആ ഉംറയുടെ കൂലി അവരിലേക്ക് ഹദിയ ചെയ്യുന്നതിന് എനിക്ക് വിരോധമില്ല. ഇതുപോലെ ഖുർആൻ ഓതി ആ ഖുർആൻ ഓതിയ കൂലിയെ അവരുടെ ഹദ്റത്തിലേക്ക് ഹദിയ ചെയ്യുന്നതിന് എനിക്ക് വിരോധമില്ലാത്തതുപോലെ ഉംറ ചെയ്ത് അതിൻ്റെ കൂലി ഹദിയ ചെയ്യാം. പക്ഷെ അവരെ തൊട്ട് ഉംറ നിർവഹിക്കാൻ വസിയ്യത്ത് ചെയ്താലേ പറ്റുകയുള്ളൂ. അത് ഞാൻ വിശദമായി തന്നെ പറയുന്നുണ്ട്, തുഹഫയിൽ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ആശിയത്തുൽ ജമലിലും പല കിതാബുകളിലും പറയുന്നുണ്ട്. ഇതാ, ഫമൻ മാത വഫീ ദിമ്മത്തി ഹജ്ജുൻ വാജിബുൻ, ഒരാൾ മരിച്ചു, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിർബന്ധമായ ഹജ്ജുണ്ട്, ആ ഉംറത്തുൻ വാജിബ അല്ലെങ്കിൽ നിർബന്ധമായ ഉംറയുണ്ട്, എന്നാൽ വജബ അലൽ വസിയ്യത്ത് ചെയ്ത ആളുടെ മേൽ നിർബന്ധമാണ്. ഫൈലം യകുൻ, ഇനി വസിയ്യത്ത് ചെയ്ത ആൾ ഇല്ല എങ്കിൽ ഫൽ വാരിസുൽ കാമിലു, പൂർണ്ണനായ അനന്തരക്കാരൻ നിക്ക് നിർബന്ധമാണ്. എന്ത്? അൽ ഇഹ്ജാജു, ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഉംറ ചെയ്യിപ്പിക്കൽ നിർബന്ധമാണ്. വ ഇല്ലം യൂസിബി, അവനോട് വസിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിലും ശരി ഹജ്ജ് ചെയ്യിപ്പിക്കൽ നിർബന്ധമാണ്. അവിൽ ഇത്തിമാറോ, അല്ലെങ്കിൽ ഉംറ ചെയ്യിപ്പിക്കൽ, ഉംറ ചെയ്യുകയോ ചെയ്യിപ്പിക്കലോ നിർബന്ധമാണ്. മിൻ തരിക്കത്തിഹി, അവൻ്റെ അനന്തര സ്വത്തിൽ നിന്ന്. അതിനിക്ക് ഫൗറൻ, പെട്ടെന്നായിട്ട് തന്നെ നിർവഹിക്കണം, ലേറ്റാക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. മരിച്ചുപോയ ഉമ്മയോ ബാപ്പയോ നിർബന്ധമായ ഹജ്ജ് അവർക്ക് ചെയ്യേണ്ട ബാധ്യതയുണ്ട്. പക്ഷേ അവർ അനന്തര സ്വത്ത് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നായിട്ട് അവരെ തൊട്ട് ഹജ്ജ് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ്. ഫൗറൻ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനിക്കൊരു ഹദീസ്, ബുഖാരിയുടെ ഹദീസ് കൊടുത്തിട്ടുണ്ട്. ഇന്ന ഉമ്മി നദർതു അൻ തഹുജ്ജ,
അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ ഉമ്മ ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. ഫമാത്തത്ത് ഖബ്ല അൻ തഹുജ്ജ, ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പ് ആ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അഫ അഹുജ്ജ അൻഹാ, ആ ഉമ്മയെ തൊട്ട് ഞാൻ ഹജ്ജ് ചെയ്യട്ടെയോ? ഖാല ഹുജ്ജി അൻഹാ. അപ്പോൾ ആ പെണ്ണുങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉമ്മാനെ തൊട്ട് നീ ഹജ്ജ് ചെയ്തോ എന്ന് പറഞ്ഞ ബുഖാരിയുടെ ഹദീസാണ് തെളിവ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തരിക്കത്ത് മുതൽ ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിലാണ്, ഇനി ഉപേക്ഷിച്ചിട്ടില്ല എങ്കിലോ നിർബന്ധമില്ല, സുന്നത്താണ്. അവരെ തൊട്ട് ഹജ്ജ് ഉംറ ചെയ്യൽ നിർബന്ധ സുന്നത്താണ്. വഖറജ ബിതരിക്കതിഹി മാ ഇദാ ലം യഖ്ലുഫ് തരിക്കതൻ, ഇനി അനന്തര സുത്താമയ്യത്ത് ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ ഫലാ യൽസമു അഹദൻ അൽ ഹജ്ജു വലൽ ഇഹ്ജാജു അൻഹു, അവനെ തൊട്ട് ഹജ്ജ് ചെയ്യലോ ചെയ്യിപ്പിക്കലോ നിർബന്ധമില്ല. ലാകിന്നഹു യുസന്നു ലിൽ വാരിസി, അനന്തരക്കാരനിക്ക് സുന്നത്താണ്, ഹജ്ജ് ചെയ്യൽ സുന്നത്താണ്. ഒരൽ അജ്നബിയെ, അന്യ പുരുഷനിക്കും അല്ലെങ്കിൽ അന്യ ആളുകൾക്കും ഹജ്ജ് ചെയ്യൽ സുന്നത്താണ്. വഇല്ലം യഅ്ദൻ ലഹുൽ വാരിസു, അനന്തരക്കാരനായ ആള് അവനിക്ക് സമ്മതം കൊടുത്തിട്ടില്ലെങ്കിലും ശരി അന്യ ആളും അവനെ തൊട്ട് ഹജ്ജ് ചെയ്യാം, സുന്നത്തുണ്ട്. അവിടെ തന്നെ തൂഫയും ഷർവാനിയും പറയുന്നുണ്ട്, അവന്റെ ഉത്തരവാദിത്തത്തിൽ നിർബന്ധമായ ഹജ്ജും ഉംറയും എന്നല്ലേ പറഞ്ഞത്. ഇനി സുന്നത്താണെങ്കിൽ ഫലാ യജൂസു ഹജ്ജുഹു അൻഹു, ആ മയ്യത്തിനെ തൊട്ട് ഹജ്ജ് ചെയ്യൽ ജായിസ് അല്ല, ഇല്ലാ നൗസാബിഹി, വസിയത്ത് ചെയ്താൽ ഒഴികെ. ഹജ്ജുമാണെങ്കിലും ഉംറയാണെങ്കിലും ആ മരിച്ച ആളെ തൊട്ട് ഹജ്ജും ഉംറയും നിർവഹിക്കൽ ജായിസല്ല, ഇല്ല നൗസാബിഹി, വസിയത്ത് ചെയ്താൽ ഒഴികെ. അതേപോലെ തന്നെ ആ വിഷയം ശറഉൽ ഉബാബിലും പറയുന്നുണ്ട്. ഖാല ഫീ ശറഉൽ ഉബാബ്, ശറഉൽ ഉബാബിൽ പറയുന്നുണ്ട്, വലാ തസിഹു നിയാബത്തു ഫി തതവ്വുഇ, സുന്നത്തായ ഹജ്ജ് കർമ്മത്തിൽ പകരമാക്കൽ സഹിയല്ല, ഇല്ലാ അൻ മയ്യിത്തിൻ ഔസാബിഹി, വസിയത്ത് ചെയ്ത മയ്യത്തിനെ തൊട്ട് ഒഴികെ. പക്ഷെ പിന്നെ ഒരു അഭിപ്രായമുണ്ട്, വക്കീല യസിഹു മിനൽ വാരിസി, അനന്തരക്കാരിൽ നിന്ന് ഹജ്ജ് ഉംറ നിർവഹിക്കൽ സഹിയാണ്. ഇല്ലം യൂസി ബിഹി, വസിയത്ത് ചെയ്തിട്ടില്ലെങ്കിലും സഹിയാകും എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ട്. അപ്പോൾ ഏതായാലും അപ്പോൾ ഉംറ നിർവഹിക്കുന്ന ആളുകൾ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മരിച്ച ആളെ തൊട്ട് എന്താക്കാം, ഉംറ നിർവഹിക്കാം. വസിയത്ത് ചെയ്തിട്ടില്ല എങ്കിൽ ഉംറ നിർവഹിച്ചിട്ട് അതിൻ്റെ കൂലി അവരുടെ പേരിൽ അതേ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അവരെ തൊട്ട് ഉംറ നിർവഹിക്കൽ ജായിസല്ല.